ഈ നാടിൻ്റെ ഒരു പ്രശ്നമാണ് CPM. ആ CPM അതിൻ്റെ ഉയർന്ന നിലവാരം കേരള ജനതയുടെ ഏറ്റവും വലിയ പിന്തുണയും ശക്തിയും ആർജിക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ മുന്നണിയെ മുന്നോട്ട് നയിക്കാൻ ഏറ്റവും സവിശേഷമായ നിലപാടാണ് CPM സ്വീകരിച്ചത്. ഇതിൽ ഉള്ള ഏതെങ്കിലും ഒരു പാർട്ടി UDFിലേക്ക് പോകേണ്ട ഗതികേടിലുള്ള പാർട്ടിയുണ്ടോ? ഇതിലുള്ള എല്ലാ പാർട്ടികളും രാഷ്ട്രീയ ലക്ഷ്യത്തെ അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ത്യാഗങ്ങളും കഷ്ടതകളും അനുഭവിച്ച് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ഒരു ലക്ഷ്യബോധത്തോടുകൂടി ഈ മുന്നണിയുടെ ഭാഗമായവരാണ്. മറ്റ് മുന്നണികളെപ്പോലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന നിലപാടുകളൊന്നും മുന്നണിയിലെ ഘടകപാർട്ടികൾക്കില്ല. ഏറ്റവും പ്രധാനം രാജ്യത്തിൻ്റെ താല്പര്യമാണ്, കേരളത്തിൻ്റെ താല്പര്യമാണ്. ചെറിയ പാർട്ടികളോ വലിയ പാർട്ടികളോ എന്നൊന്നുമില്ലാതെ എല്ലാ പാർട്ടികൾക്കും തുല്യമായ അവകാശങ്ങൾ നൽകി അഭിപ്രായങ്ങൾ കേട്ട് നിലപാട് സ്വീകരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തിട്ടുള്ളത്. എല്ലാ പാർട്ടികളും, കാരണം അവരുടെ പിന്നിൽ അണിനിരുന്ന ബഹുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എല്ലാ പാർട്ടികളിലും ഇത്തരം അഭിപ്രായങ്ങളുണ്ടാകും. ആ അഭിപ്രായങ്ങൾ അവർ പ്രകടിപ്പിക്കും, ആവശ്യങ്ങൾ ഉന്നയിക്കും. എല്ലാ കാര്യങ്ങളും അവിടെ ചർച്ച ചെയ്യപ്പെടും. എല്ലാ മുന്നണിയിലെ ഘടക പാർട്ടികളുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും ചർച്ച ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ പാർട്ടികളും കൂടി ചേർന്ന് നിലപാട് സ്വീകരിച്ചു. എല്ലാവരും കൂടി ചേർന്ന് ഐക്യകണ്ഠേനയാണ് എല്ലാവരും കൈയടിച്ച് തീരുമാനം അംഗീകരിക്കുകയും. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അതാണ് CPIM. ഇവിടെ സാധ്യതകളെക്കുറിച്ചല്ല, മുന്നണിയുടെ രാഷ്ട്രീയം ചെറിയ പാർട്ടികളാണെങ്കിൽ പോലും പരിഗണിക്കപ്പെടുക, അവരെയെല്ലാം ബഹുമാനിക്കുക, അവരുടെ എല്ലാ താല്പര്യങ്ങൾ പരിഗണിക്കുക എന്ന വിശാലമായ കാഴ്ചപ്പാടാണ് ഇടതുപക്ഷ മുന്നണി സ്വീകരിച്ചത്. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതുനയം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനം കൈക്കൊള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളാണ്. ഇനി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ പല കാരണങ്ങളാൽ രാജ്യസഭയിലൊക്കെ ജയിച്ചു വരാമല്ലോ. ഇനിയും ഉണ്ടല്ലോ, അനുകൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ ഇനിയും വരാമല്ലോ. നാം മനസ്സിലാക്കേണ്ട ഇതിലുള്ള പാർട്ടികൾ RJD ആയാലും പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ച NCP ആയാലും ഏതെങ്കിലും ഒരു സ്ഥാനത്തിന് വേണ്ടി, മന്ത്രിസ്ഥാനത്തിന് വേണ്ടി വന്നിട്ടുള്ള പാർട്ടികളല്ല. ശരിയായ രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മുന്നണിയുടെ ഭാഗമായി തീർന്നിട്ടുള്ളതാണ് ഇടതുപക്ഷ മുന്നണിയുടെ എല്ലാ ഘടക പാർട്ടികളും. അതുകൊണ്ട് ഇത്തരം അഭിപ്രായങ്ങളൊന്നും ഒരു ഗൗരവമുള്ള അഭിപ്രായമായിട്ട് എനിക്ക് തോന്നുന്നില്ല.